ഡ്രാമ സ്പേസിലൂടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ നൈറ്റ് ഓഫ് ദ കോമറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ 4ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഹോങ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ചെങ്ങിൻ്റെ പുറകെ പോകുന്ന ലിന്നിനെയാണ്. ചൂ വന്നവൻ ഹോങ് ആണെന്ന് തെറ്റിദ്ധരിച്ച് അടിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് ചെങ്ങിന് നെഞ്ചുവേദന വന്ന് അവിടെ വീഴുവാണ്. ഞാനങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, അടിച്ചില്ലല്ലോ, അതിനിപ്പോൾ ഇവനിപ്പോൾ എന്ത് പറ്റി എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂ. അതേസമയം ചെങ്ങായിട്ട് അഭിനയിക്കുന്ന ഹോങ് മറ്റു 2 അസിസ്റ്റൻറ്റുമാരുടെ കൂടെ കാറിലിരിക്കുകയാണ്. ഇതൊക്കെ ഫാൻസ് തന്ന ഗിഫ്റ്റാണ്, ഈ ഫുഡും ഇതൊക്കെ ഫാൻസ് തന്ന ഗിഫ്റ്റാണ്, ഇതൊക്കെ കഴിച്ചോ എന്ന് പറഞ്ഞാൽ വേറൊരു അസിസ്റ്റൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും കഴിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെങ്ങിൻ്റെ ആൾമാറാട്ടത്തെ പറ്റി അറിയാവുന്ന അസിസ്റ്റൻറ്റ് പറയാണ്. സെലിബ്രിറ്റികൾ സാധാരണ ഈ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അതുകൊണ്ട് തന്നെ ഹോങ്ങിന് ഒന്നും തന്നെ കഴിക്കാൻ പറ്റുന്നില്ല. അവൻ ഭയങ്കര അപ്സെറ്റായിരുന്നു. അതേസമയം കൂടെ ഇരുന്ന അസിസ്റ്റൻറ്റ് പെൺകുട്ടി ചെങ്ങിൻ്റെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റമൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ തന്നെ പെട്ടെന്ന് വിഷയം മാറ്റിക്കൊണ്ട് നമ്മുടെ അസിസ്റ്റൻറ്റ് ചെക്കൻ അടുത്ത ഡ്രാമയുടെ സ്ക്രിപ്റ്റ് ഇതാണെന്ന് പറഞ്ഞ് ഹോങ്ങിൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. ഹോങ് ഉണ്ടോ മൈൻഡ് ചെയ്യുന്നു, പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് അവിടെ കിടന്നുറങ്ങാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ലിന്നിൻ്റെ വീടാണ്. ഹോങ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ചെങ്ങിനെ കെട്ടിയിട്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂ. നീ ഞങ്ങളുടെ ഐഡലിൻ്റെ മുഖം കൊണ്ട് ആൾക്കാരെ പറ്റിക്കും അല്ലടാ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചെങ്ങിനെ പേടിപ്പിക്കുകയാണ് ചൂ. സത്യത്തിൽ ലിന്ന് വരുന്നതിന് മുന്നേ തന്നെ ചൂ ചെങ്ങിനെയും കൊണ്ട് വീട്ടിലോട്ട് വന്നിരുന്നു. അപ്പോഴേക്കാണ് അവിടെ ലിന്ന് വരുന്നത്. അവൾക്കത് അവിടെ ഇരിക്കുന്ന ചെങ്ങാണെന്ന് മനസ്സിലാക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ലിന്നിന് തൻ്റെ സത്യം മനസ്സിലായ ചെങ്ങ് പെട്ടെന്ന് തന്നെ അവളൊന്നും മിണ്ടാതിരിക്കാനായിട്ട് ഹോങ്ങിനെ പോലെ അഭിനയിച്ചൊക്കെ നോക്കുകയാണ്. പക്ഷെ ലിന്നിന് കാര്യം മനസ്സിലായെങ്കിലും ചൂവിനൊന്നും മനസ്സിലാവുന്നില്ല. ഹോങ്ങിനെ പോലെ ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെങ്ങ്. അതുകൊണ്ട് തന്നെ ചൂവിന് ഒരു സംശയം തോന്നുന്നില്ല. ലിന്ന് മറ്റുള്ളവരെ പോലല്ല, ഏതുറക്കത്തിലും കണ്ടാലും ചെങ്ങിനെയും ഹോങ്ങിനെയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റും. ഹോങ് ആണെന്ന് കരുതി ചൂ പിന്നെയും ഓരോന്നൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ ചെങ്ങ് അവളെ ഒന്ന് തുറിച്ചു നോക്കുന്നുണ്ട്. ആ നോട്ടം കണ്ടപ്പോൾ പെട്ടെന്ന് അവളൊന്ന് പേടിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ അവിടെ ഒന്ന് നടക്കാതിരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അവനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറുകയാണ് ലിന്ന്. കൂടാതെ അവിടെ നടന്ന എല്ലാത്തിനും സോറി, ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ അവൾ പറയാണ്. ഹോങ് ആണെന്ന് കരുതിയിട്ടാണ് നിങ്ങളെ അവൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്, ഇതൊക്കെ പറഞ്ഞതൊക്കെ ഹോങ് ആണെന്ന് കരുതിയിട്ടാണ്. അവളുടെ ഒരു തെറ്റുമില്ല, എല്ലാം തെറ്റ് എൻ്റെയാ, അവൾ ഹോങ്ങിനെ ഇതുവരെയും കണ്ടിട്ടില്ല, അതിൻ്റെ ഇതൊക്കെ ഒന്ന് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സോറി പറയാണ് ലിന്ന്. എന്നോടൊന്ന് ക്ഷമിച്ചൂടെ, ഞാൻ നിങ്ങളുടെ വലിയ ഫാനല്ലേ എന്നൊക്കെ പറയുമ്പം ശരിക്കും നീ എൻ്റെ ഫാനാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിക്കാം, പക്ഷേ ഇപ്പം നടന്ന കാര്യങ്ങളും ഞാൻ ആരാണെന്നുള്ളത് നീ ഇപ്പം ആരോടും പറയരുത് എന്ന് പറയാണ് ചെങ്ങ. എന്നോട് ക്ഷമിക്കുമെങ്കിൽ ഞാൻ എന്ത് ചെയ്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് ലിൻ അവിടുന്ന് പോവാണ്. അകത്ത് നടക്കുന്ന ഈ സംസാരമൊന്നും കേൾക്കാത്ത പുറത്തിരിക്കുന്ന ചൂ എന്തായിരിക്കും അവളോട് പറയുന്നത്, അവളിങ്ങനെ അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുമല്ലോ ആയിരിക്കുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ അവനോടൊരു പണി കൊടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് അവരുടെ ഫാൻസ് അസോസിയേഷനകത്തൊക്കെ ഹോങ് പൈസ കൊടുക്കാനുള്ളവരെയൊക്കെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താണ്. ചെങ്ങിന് അവൻ കാരണം ഒരു കുഴപ്പം ഉണ്ടാവരുതെന്ന് കരുതിയിട്ട് അവനെ ഒന്ന് പൂട്ടാനായിട്ടാണ് ചൂ ഇങ്ങനെ ചെയ്തത്. ചെങ്ങിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ ലിന്നെ നേരെ അവിടെ വന്നിട്ട് നിനക്ക് കുറേ തിരക്കൊക്കെ ഉള്ളല്ലേ, നീ പെട്ടെന്ന് പൊക്കോ എന്നൊക്കെ പറഞ്ഞു വിടാൻ നോക്കുകയാണ്. പക്ഷേ അവനെന്താ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തോ, നീ അതാണോ എന്നോട് ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത്, അവനെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ പറയാണ് ചൂ. അവൻ കാരണം നീ പറ്റിക്കപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല, അവൻ നിനക്ക് തരാനുള്ള കാശ് നമുക്ക് തിരിച്ചു മേടിക്കാം എന്നൊക്കെ പറയുന്ന ചൂവിനോട് ഓ അതൊന്നും സാരമില്ല, അവനോട് ഞാൻ ക്ഷമിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ചൂവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് ലിന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് ചെങ്ങിൻ്റെ വീട് കണ്ട് അമ്പരന്ന് അതിൽ ഓടി നടക്കുന്ന ഹോങ്ങിനെയാണ്. കൂടെ അസിസ്റ്റൻറ്റ് ചെക്കനും ഉണ്ട്. വാ നിൻ്റെ റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം, ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ അസിസ്റ്റൻറ്റ് അവനെ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ കൊണ്ടുപോവാണ്. ചൂ അറിയിച്ചതിനെ തുടർന്ന് ഹോങ് പൈസ കടം വാങ്ങിയ ആൾക്കാരെല്ലാവരും ലിനിൻ്റെ വീടിൻ്റെ വെളിയിൽ വന്നിരുന്ന് ബഹളം വയ്ക്കുകയാണ്. ഇത് കണ്ടിട്ട് ചെങ്ങൽ എന്നോട് ചോദിക്കുകയാണ്, ഇതെന്താ ഞാനിവിടെ ഉണ്ടെന്ന് നീ ആരോടെങ്കിലും വിളിച്ച് പറഞ്ഞോ, അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ വെളിയിൽ വന്ന് ബഹളം വയ്ക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ചെങ്ങ. ലിന്ന നേരം ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ ഇത് ഹോങ് പൈസ കൊടുക്കാനുള്ള ആൾക്കാർ അവനെ തപ്പി വന്നതായിരിക്കും, രാത്രി ഇങ്ങനെ അവനെ തപ്പി ആൾക്കാർ ഇങ്ങനെ നടക്കാറുണ്ട്, ചിലപ്പോൾ അവനെ തപ്പി ആൾക്കാർ വന്നതായിരിക്കും, അതുകൊണ്ട് ഇന്ന് രാത്രി വെളിയിൽ പോകാതെ ഇവിടെ തന്നെ തങ്ങുന്നതായിരിക്കും നല്ലതെന്ന് ചെങ്ങിനോട് പറയാണ് ലിന്ന. കൂടാതെ അവന് കിടക്കാനായിട്ട് അവളുടെ റൂം സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാണ്. റൂമിലോട്ട് കയറുന്ന ലിന്ന് അവൻ കാണാതിരിക്കാനായിട്ട് ഓരോ സാധനങ്ങൾ അവിടെ വെച്ചിരിക്കുന്ന ഒക്കെ എടുത്ത് മാറ്റാണ്. അവൻ്റെ ഓരോ മുഖമുള്ള പാവകളും അവൻ്റെ ഓരോ ഫോട്ടോസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലിന്നെ മുറി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ കയറുന്നതിന് മുന്നേ ഇതൊക്കെ എടുത്ത് അവൾ മാറ്റുകയാണ്. ചെങ്ങിൻ്റെ ലക്ഷറി ജീവിതം ശരിക്കും ആസ്വദിക്കുന്ന ഹോങ്ങിനെ നമുക്ക് അടുത്ത സീനിൽ കാണാം. ഓ എൻ്റെ ദൈവമേ, ഇപ്പോഴാണോ എൻ്റെ രാജയോഗം തെളിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് ഹോങ്. അതേസമയം നീ ഈ ലോകത്ത് നിൽക്കേണ്ട ആളല്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നീ അപ്രത്യക്ഷമാകും എന്നൊക്കെ പറഞ്ഞ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ചെങ്ങിന് മെസ്സേജ് വരികയാണ്. അതാരാണെന്നോ എന്തിനാണെന്ന് എനിക്ക് അങ്ങനെയൊക്കെ മെസ്സേജ് വന്നതെന്നോ അവൻ അറിയില്ലായിരുന്നു. നിങ്ങൾ ആരാണ് എന്ന് അവൻ മെസ്സേജ് അയച്ച് ചോദിച്ചെങ്കിലും മെസ്സേജ് സെൻഡ് പോലും ആവുന്നില്ലായിരുന്നു. അടുത്ത സീനിൽ ലിന്നിനെ കാണിക്കുമ്പോൾ ചെങ്ങാണല്ലോ അവിടെ റൂമിലുള്ളതെന്ന് ഓർത്തിട്ട് അവൾക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. ചെറുതായിട്ടൊന്ന് മയങ്ങുമ്പോൾ ചെങ്ങ് അവളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും അവളെ കിസ് ചെയ്യാൻ വരുന്നതായിട്ടും ഒക്കെ അവൾ സ്വപ്നം കാണുവാണ്. ഇത് കണ്ട് എണീറ്റ് അവൾക്ക് പിന്നെ ആ സോഫയിൽ കിടന്നിട്ട് ഉറക്കവേ വരുന്നില്ല.
അവൾ നേരെ എണീറ്റ് അവളുടെ കട്ടിലിൽ തന്നെ പോയി കിടക്കാണ്. എപ്പോഴും കിടക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി കിടന്നപ്പോൾ അവിടെ ഒന്ന് പോയി കിടന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ചെങ്ങ് അടുത്തുണ്ടായിരുന്ന കാര്യം അവൾ മറന്നുപോയിട്ട് കാലും കൈയും ഒക്കെ ഉറക്കത്തിൽ അറിയാതെ എടുത്തിടുകയാണ്. അത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ചെങ്ങ് എണീക്കുകയും അവൾ അടുത്ത് വന്ന് അറിയുകയും ചെയ്യുന്നു. ഒരു തൊഴി അങ്ങ് തൊഴിച്ചിട്ട് അവളെ താഴോട്ടിട്ടിട്ട് ചെങ്ങ് അവിടെ നിന്ന് എണീറ്റ് പോവാണ്. കുറച്ച് കഴിഞ്ഞാണ് താഴെ വീണ് കിടക്കുന്ന ലിന്നിന് ബോധം വരുന്നത്. അവൾ അപ്പോൾ തന്നെ ബാൽക്കണിയിൽ നിൽക്കുന്ന ചെങ്ങിനോട് സോറി പറയാനായിട്ട് ചെല്ലാണ്. അപ്പോഴാണ് എപ്പോഴും വരുന്ന പോലെയുള്ള ഒരു നെഞ്ചുവേദന വന്ന് അവൻ താഴേക്ക് വീഴുന്നത്. ആ സമയത്താണ് ചെങ്ങ് ഒരു കാര്യം ഓർക്കുന്നത്. 2 വർഷം മുന്നേ കോമറ്റ് ഭൂമി കൂടി പാസ് ചെയ്തപ്പോൾ നടന്ന ആക്സിഡൻറ്റിൽ എതിർഭാഗത്തുണ്ടായിരുന്ന കാറിൽ മറ്റാരും ആയിരുന്നില്ല, ലിൻ തന്നെയായിരുന്നു. ഈ ലോകത്തുള്ളതുപോലെ തന്നെ ചെങ്ങിൻ്റെ ലോകത്തുണ്ടായിരുന്ന ലിൻ ആയിരുന്നു അത്. പക്ഷെ പിന്നെ അവൾക്ക് എന്താ സംഭവിച്ചതെന്നൊന്നും ചെങ്ങിനറിയില്ല. കാരണം അപ്പോഴേക്കും അവൻ 2017 എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ സീൻ കണ്ടുകൊണ്ട് ഞെട്ടി എണീക്കുവാണ് ചെങ്ങ്. മുന്നേ നെഞ്ചുവേദന വന്ന് താഴെ വീണപ്പോൾ ഒരു മുറിവുണ്ടായിട്ടുണ്ടായിരുന്നു അവന് നെറ്റിയില്ല. ആ മുറിവിന് മരുന്ന് പറ്റി കൊടുക്കുമായിരുന്നു ലിന്ന. ഇതുവരെ ഇല്ലാതിരുന്ന വേദന അവൻ ആ നിമിഷം തോന്നുകയാണ്. അവൾ തന്നെ തൊടുമ്പോൾ തൻ്റെ വേദന എടുക്കാനുള്ള കഴിവ് തിരിച്ചു വരുന്നെന്നും ചെങ്ങിന് മനസ്സിലാവുകയാണ്. വേദന ഉള്ളതുകൊണ്ട് തന്നെ മരുന്ന് വേണ്ടെന്ന് അവൻ പറഞ്ഞെങ്കിലും വേണമെന്നും പറഞ്ഞ് മരുന്ന് പറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ലിന്ന്. വേണ്ടെന്നല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞ് ലിന്നിനെ അറിയാതെ തട്ടുമ്പോൾ വീഴാൻ പോകുന്ന ലിന്നിൻ്റെ കൂടെ അവനും കൂടി വീഴാണ്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ കണ്ണും നോക്കിയിരിക്കുന്ന കാണിക്കുവാണ്. ഈ സീൻ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ. പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.